ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ നീക്കങ്ങളെ സഹായിക്കാൻ തുർക്കി സഹായം നൽകിയതോടെ തുർക്കി വിരുദ്ധ വികാരം ഇന്ത്യയിൽ ശക്തമാവുകയാണ്. കേന്ദ്ര സർക്കാർ തുർക്കിക്കെതിരെ നേരിട്ട് നടപടികൾ എടുത്തു കഴിഞ്ഞു. ഡൽഹി, മുംബൈ അടക്കം 8 വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനം നൽകുന്ന ടർക്കിഷ് കമ്പനിയായ സെലിബി എയർപോർട്ട് സർവീസസിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. കമ്പനിയുടെ സുരക്ഷാ ക്ലിയറൻസ് വ്യോമയാന മന്ത്രാലയം പിൻവലിക്കുകയും ചെയ്തു. ഇതോടെ കമ്പനിക്ക് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ ഇപ്പോൾ നടത്താനാകില്ല. ഡൽഹി, മുംബൈ, ചെന്നൈ ഉൾപ്പെടെ 8 വിമാനത്താവളങ്ങളിലാണ് സെലിബി ഏവിയേഷൻസ് ഉയർന്ന സുരക്ഷാ ജോലികളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയിൽ പ്രതിവർഷം 58,000 വിമാന സർവീസുകൾ സെലിബി കമ്പനി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒപ്പം 5,40,000 കാർഗോയും കൈകാര്യം ചെയ്യുന്നുണ്ട്. വിമാനത്താവളങ്ങളിലെ ഉയർന്ന സുരക്ഷാ മേഖലയായ എയർ സൈഡ് സോണുകളിലും കമ്പനിയുടെ ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. 1958-ൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗിലൂടെയാണ് സെലിബി വ്യോമയാന മേഖലയിലേക്ക് കടന്നുവരുന്നത്. തുർക്കിയിലെ ആദ്യ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവന കമ്പനി കൂടിയാണിത്. ഇതിനോടകം തന്നെ 70ഓളം വിമാനത്താവളങ്ങളിൽ കമ്പനി സേവനങ്ങളുണ്ട്. 2008-ൽ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സംയുക്ത സംരംഭമായാണ് സെലിബി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. പിന്നീട് ഇന്ത്യയിൽ സെലിബി എയർപോർട്ട് സർവീസസ് ഓഫ് ഇന്ത്യ ഫോർ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, സെലിബി ഡൽഹി കാർഗോ ടെർമിനൽ മാനേജ്മെന്റ് ഇന്ത്യ ഫോർ കാർഗോ സർവീസസ് എന്നീ 2 കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് അവരുടെ പ്രവർത്തനം വിപുലീകരിക്കുകയാണുണ്ടായത്. 7,800ഓളം സെലിബി ജീവനക്കാരാണ് ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തിക്കുന്നത്. കൊച്ചിയിൽ മാത്രം 3000-ലേറെ ജീവനക്കാരുണ്ട്. സെലിബിക്കുള്ള വിലക്ക് പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുകയാണ് വിമാനത്താവളങ്ങൾ. നിലവിൽ സെലിബിയിലെ ജീവനക്കാരെ മറ്റ് ഏജൻസികളിൽ താൽക്കാലികമായി നിയമിച്ചുകൊണ്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് വിമാനത്താവളങ്ങൾ. അതോടൊപ്പം തന്നെ ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യയ്ക്കും സ്വന്തമായി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോലികൾ ഏജൻസികൾ ഉള്ളതിനാൽ തന്നെ ആഭ്യന്തര സർവീസുകളെ ബാധിക്കാനിടയില്ല. പക്ഷേ ഇന്തോനേഷ്യ, മലേഷ്യ രാജ്യാന്തര സർവീസുകൾ സെലിബിയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇവ മാത്രമല്ല, ബ്രിട്ടീഷ് എയർവേസ്, ഇത്തിഹാദ്, ഖത്തർ എയർലൈൻസ് എന്നിവയും ഇവരുടെ സേവനങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇന്ത്യയിൽ നിലവിൽ ഇങ്ങനെ ഒരു വിലക്ക് വന്നതോടുകൂടി ചില വിശദീകരണങ്ങൾ സെലിബി കമ്പനി നൽകുന്നുണ്ട്. തങ്ങളുടേത് ടർക്കിഷ് സ്ഥാപനമല്ല എന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് സെലിബി ഏവിയേഷൻ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ തുർക്കി പ്രസിഡന്റായിട്ടുള്ള തയ്യിബ് എർദോഗന്റെ മകൾ സുമയ എർദോഗൻ മാതൃ കമ്പനിയുടെ ഉടമകളിൽ ഒരാളാണ് എന്നുള്ള വാദമുയർന്നിരുന്നു. ഇതും കമ്പനി തള്ളുകയാണ്. സ്ഥാപകരായ തുർക്കിയിലെ സെലിബയോഗ്ലു കുടുംബത്തിലെ 2 പേർക്ക് 17% ഓഹരിയുണ്ടെന്നും ഇവർക്ക് രാഷ്ട്രീയ ബന്ധമില്ല എന്നുമാണ് കമ്പനി വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ സെലിബി ഏവിയേഷൻ ഇന്ത്യ എന്ന ഉപകമ്പനിയിലെ 65% കാനഡ, US, ബ്രിട്ടൻ, UAE എന്നീ രാജ്യങ്ങളിലെ ഓഹരി ഉടമകളുടെ സ്വന്തമാണെന്നും കമ്പനി അറിയിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുമായി ഒരു സഹകരണവും ഇനി ആവശ്യമില്ല എന്ന തരത്തിലൊരു നിലപാടിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ രാജ്യം.